ഞാനിടുന്ന ഷോർട്ട് വീഡിയോസിലും വ്ളോഗിലും ഒന്നും ഞാൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, ചുറ്റുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്നായിരുന്നു ഐശ്വര്യയുടെ പരാതി. എന്നാൽ ആ പരാതി മാറട്ടെ എന്ന് ഞാനും ഓർത്തു. ഫോട്ടോ വെച്ച് എത്തിയതും നേരെ സമൃദ്ധിയിലോട്ട് തന്നെ വെച്ച് പിടിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഒരു 3 ബിരിയാണി ഓർഡർ ചെയ്ത് കുറേ നേരത്തെ ക്യൂവിനും കുറേ നേരത്തെ സീറ്റ് അന്വേഷണത്തിന് ശേഷം ഞങ്ങൾക്ക് നന്നായിട്ട് കംഫർട്ടബിളായിട്ടിരുന്ന് കഴിക്കാൻ സ്ഥലം കിട്ടി. അങ്ങനെ കഴിച്ച് ഞങ്ങളുടെ നടപ്പ് അങ്ങോട്ട് തുടങ്ങി. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞില്ലേ ബിനാലെയാണെന്ന്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കാണുന്നത് വരെയും അത് കൊച്ചി ബിനാലെയായിരുന്നെന്ന് അറിയത്തതേ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് 3 ആൾക്കും. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴാണ് അത് കൊച്ചി ബിനാലെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ഈ ചൂടൊന്ന് കൂളാക്കാൻ വേണ്ടി 3 ഐസ് ബാർ വാങ്ങിക്കഴിച്ചു. ഞാൻ അവക്കാഡോയും, ഒരാൾ ഓറിയോ ആൻഡ് ഒരാൾ ചോക്ലേറ്റ് ഫ്ലേവറാണ് വാങ്ങിയത്. ഞങ്ങൾ നേരെ അത് ഫോർട്ട് കൊച്ചിയിലെ പാർക്കിലിരുന്നാണ് കഴിച്ചത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പയ്യെ അതൊക്കെ കഴിച്ചിട്ടാണ് മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. ഇവിടെ ഇരുന്ന് മുടിയൊക്കെ ചെയ്യി ഇതുപോലുള്ള മേക്കപ്പൊക്കെ കഴിഞ്ഞ് ആണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്. നമുക്ക് ഗേൾസിന് എവിടെ പോയാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താണ്? ലിപ്സ്റ്റിക്ക്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എവിടുന്നും ഒരു കോൺഫിഡൻസ് വരുന്ന പോലെ.